ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് പേടി, ഇതൊക്കെ ശരിയാകുമോ, തനിക്കൊരു പപ്പയുണ്ടെന്ന് അറിഞ്ഞതിൽ തനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് അലീന ഇങ്ങനെ ബാലേട്ടനോട് പറയാം. കാണാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങോട്ട് പോണോ? ഞാൻ പോയാൽ അമ്മയെ കാണാൻ വന്നതിൻ്റെ ആ ഒരു കേട് ഇതുവരെ തീർന്നിട്ടില്ല എന്ന് അലീന ഇങ്ങനെ ബാലേട്ടനോട് പറയുമ്പോൾ ബാലേട്ടന് ഭയങ്കര സങ്കടം, അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വേദന പോലെ. അപ്പം അലീനയോട് പിന്നെ ഒന്നും അദ്ദേഹം മിണ്ടിയില്ല. വണ്ടി എടുത്ത് അങ്ങനെ അങ്ങ് പോകും. അവരങ്ങ് പോണു. ഈ സമയത്ത് അലീനയും അതുപോലെ നമ്മുടെ ചിന്നുമോളും കൂടെ നിന്നുള്ള ഫോട്ടോയൊക്കെ നോക്കി കരഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അങ്ങനെ ഉമ്മറത്തിരിക്കുക കേട്ടോ. ആ സമയത്താണ് മനുവും വൈജയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇവർ വന്ന് ഇറങ്ങുന്നു. അപ്പോൾ നോക്കുന്നു രോഹിത്. അപ്പോൾ ദേ അമ്മ മോനെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ആൻറ്റിയുടെ ശത്രു എന്തായാലും ഒഴിഞ്ഞു പോയ സ്ഥിതിക്ക് ഇനി ധൈര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ കയറിക്കോ. അതിന് അവളിവിടെ ഉണ്ടായിരുന്ന കാലത്തും വൈജയന്തിയുടെ ധൈര്യത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല മനു എന്ന് പറഞ്ഞ അഹങ്കാര വർത്തമാനം. അവളെ കൊണ്ട് എൻ്റെ സന്തോഷവും സമാധാനവും മാത്രമേ പോയിട്ടുള്ളൂ, ഇന്ന് മുതൽ അതും എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും പോയതൊക്കെ ആൻറ്റിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ബാക്കിയുള്ളവരുടെ സമാധാനവും സന്തോഷം കളഞ്ഞിട്ടാണെങ്കിലും നിനക്ക് സഹിക്കാലെന്ന് എനിക്കറിയാം. കെട്ടാനിരുന്നതല്ലേ, സങ്കടമൊക്കെ തോന്നുമായിരിക്കും. അതിന് അലീന പോയാൽ എന്താ എനിക്ക് കെട്ടാൻ പറ്റത്തില്ല എന്ന് മനു അന്നേരം ചോദിച്ചു. ഈ ആൻറ്റിക്ക് എല്ലാം കിട്ടിയിട്ട് സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് അത് മാത്രം കിട്ടിയില്ല. മനുതെ കൂടുതലൊന്നും മതി ആൻറ്റി, നിർത്തിക്കോ. നമ്മൾ വെറുതെ എന്തിനാ ചുമ്മാ സംസാരം. ഇവിടെ കൊണ്ടുവന്ന് വിടുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ജോലി, ഞാനത് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഇറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. ഇറങ്ങിപ്പോ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു ചോദ്യം. അപ്പോഴത്തേക്ക് അമ്മ ഇറങ്ങി വരുമ്പോൾ മോൻ അവിടെ ഉമ്മറത്ത് തന്നെ അങ്ങനെ ഇരിക്കുക. മോനെ കണ്ടപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാൽ സ്നേഹത്തോടെ ഒരു നോട്ടോ ഇതൊന്നും അത് വൈജയിൽ നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട ആരും. മനുവും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ അതേ ഫോൺ അവിടെ വെച്ചിട്ട് രോഹിത് അങ്ങ് ഇറങ്ങി വന്നു. പെറ്റതള്ള ദിവസങ്ങൾ കൂടി വീട്ടിലേക്ക് കയറി വരിക. കണ്ട ഭാവം ഉണ്ടോന്നോ? അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു രോഹിത്. എൻ്റെ അടുത്ത് നിൻ്റെ തലതല പറിച്ചില്ലേ, ഞാൻ തീർത്ത് തരാമെന്നായി വൈജ. ഞാനിപ്പോൾ അമ്മയുടെ ലഗേജ് എടുക്കാൻ മനുവേട്ടനെ സഹായിക്കണോ അത് അമ്മയുടെ സുഖവിവരം അന്വേഷിക്കണോ? അപ്പോൾ നിൻ്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു വൈജ. ഓ ശരി, ഓ ഞാനും ലേറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് മനുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ രോഹിത് അങ്ങ് പോയിട്ടോ. അമ്മ ചെന്ന് കയറിയപ്പോൾ രണ്ട് പെൺമക്കളും ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. ഇതുങ്ങളെ കണ്ടപ്പോഴും തുറച്ച് നോക്കുക. ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് രോഹിത് ഇങ്ങനെ പറയാം. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ടെന്നും എന്തോ വലിയ കാര്യം ചെയ്ത് വിജയശ്രീ ലാളിതയായിട്ട് വന്ന് നിൽക്കുകയാണെന്ന വിചാരമൊന്നും മനു അന്നേരം പറഞ്ഞു. അതിൻ്റെ ഒരു ഷോ ഓഫാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാലേന്ദ്രൻ അങ്ങൾ വരുന്നത് വരെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യണം. അപ്പം അച്ഛൻ വന്നു കഴിഞ്ഞാലും എന്ന് രോഹിത് ചോദിച്ചു. അപ്പം നോ ഐഡിയ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അവർ രണ്ടിനെയും തള്ളി മാറ്റി അകത്തേക്ക് കയറി പോയി വൈജ. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക. അതായത് കൃഷ്ണയും ബബിതയും. ആ ശക്തി അകത്തേക്ക് കയറി പോയി. അപ്പം എന്താ ഇവിടെ തന്നെ നിൽക്കുന്ന, അകത്തോട്ട് കയറാൻ പറഞ്ഞു മനു. ഒന്നും ആയിട്ടില്ല, പൂരവേ തുടങ്ങാൻ പോണതേ ഉള്ളൂ എന്ന് മനു പറയാട്ടോ. ഇവിടെ എല്ലാം വന്ന് ആടി മുടിയൊക്കെ ഇങ്ങനെ നോക്കുവാണ്. തൻ്റെ വീടൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വൈജ. ഭയങ്കര ഇങ്ങനെ പറഞ്ഞ ഞെളിഞ്ഞങ്ങ് നിൽക്കുകയാണ്. അതിലെല്ലാം നോക്കി, തൻ്റെ മുറിയൊക്കെ ചെന്ന് നോക്കി, എല്ലാം ഭയങ്കര സെറ്റപ്പ്. അപ്പോഴത്തേക്ക് ഇവർ ഭാഗമൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. TV ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോടി, എങ്ങനെയുണ്ട്? ഇല്ല, ഇപ്പോൾ പണിമുടക്കിയിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റി? അത് ഓൺ ചെയ്യണം, വർക്ക് ചെയ്യണമെങ്കിലെന്ന് പറഞ്ഞു ബബിത. നീ എന്താടി ഒരുമാതിരി കനച്ച വർത്തമാനമെന്ന് വൈജ ചോദിക്കുക ബബിതയോട്. ഞാൻ വന്നതെന്താടി നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. ഓഹ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ പിള്ളേർ. ആ സമയം മൊത്തത്തിൽ ഇങ്ങനെ അടിമുടി നോക്കുക വീടൊക്കെ. വീടിൻ്റെ ഓരോ മുക്കും മൂലയൊക്കെ അരിച്ചു പെറുക്കി നോക്കുന്നു. ഇനി വൈജ നോക്കുന്നത് വേറെ ഒന്നുമല്ല, അലീനയുടെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നുള്ളതാണ്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. ഇപ്പോഴാ എൻ്റെ വീടായത് ഇതെന്ന് വൈജ ഇവരോട് പറയുന്നു. അന്നേരം മനു ഒന്ന് ചിരിച്ചു. മനുവിൻ്റെ ചിരി, നീ എന്നെ കളിയാക്കി ചിരിച്ചതാണെന്ന് എനിക്കറിയാമെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ വൈജ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഇത്രയും കാലം അലീനയുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വീടാണിത്. അവളായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി. ഇപ്പോഴാ എനിക്ക് ഇതൊക്കെ തിരിച്ചു കിട്ടിയതെന്ന് വൈജ പറയുന്നു. ഈ കാണുന്നതെല്ലാം ഇവിടെ ഇങ്ങനെ തന്നെയൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അലീന ഈ വീടിൻ്റെ കുറച്ച് ഭാഗം അടർത്തിയെടുത്ത് തിന്നോ? ഇല്ലല്ലോ. അവൾ ഈ പിള്ളേർക്ക് വെച്ച് വിളമ്പിക്കൊടുത്തു, വീട് അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടു, രോഗികളെ ശുശ്രൂഷിച്ചു, വഴി തെറ്റിയവർക്ക് നേർവഴി കാണിച്ചു കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പോൾ നിനക്കവൾ വലിയ പുണ്യാളത്തിയായിരിക്കും, എനിക്കവൾ വെറും മൂശാട്ട. അവൾ ഈ വീട്ടിൽ നിന്ന് പോയതിൽ ഏറ്റവും വിഷമം നിനക്കാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം എനിക്ക് മാത്രമല്ല ആൻറ്റിയുടെ 3 മക്കൾക്കും നല്ല വിഷമമുണ്ടെന്ന് മനു അന്നേരം പറഞ്ഞു. അവരുടെ വിഷമമൊക്കെ അത് ഞാൻ തീർത്തോളാം, നിന്റെ വിഷമം ആര് തീർക്കുമെന്ന് ചോദിച്ചു.
ആൻറ്റി ആദ്യം ആൻറ്റിയുടെ സ്വന്തം കാര്യം ആലോചിച്ച് വിഷമിച്ചാൽ മതി. അപ്പോൾ അല്ലാണ്ട് എനിക്ക് വിഷമം തീർക്കാൻ ഒരുപാട് വഴികളുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം ആലോചിച്ച് ഞാൻ വിഷമിക്കാൻ എന്നതാ നീ എന്നതാ അങ്ങനെ പറഞ്ഞൊരു ഉദ്ദേശിച്ചത്? അല്ല, ആൻറ്റി വിഷമിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ അലീന എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈദ്യ ഒന്ന് ഞെട്ടി. മനു കൊടുത്തു, ശരിക്കും കൊടുത്തു വൈദ്യക്കിട്ട്. വൈദ്യ നേരം കണ്ണും പിടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാണ്. അന്ന് അലീന പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി കയറി വന്നു. അപ്പോൾ കൃഷ്ണയും ബബിതയൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ പറയണോ? ഞാനിപ്പോൾ തന്നെ പറയട്ടെ? വേണ്ട, എനിക്ക് അവൾ പറഞ്ഞതൊന്നും കേൾക്കണ്ട. അവൾ എന്നാ പറഞ്ഞാലും എനിക്കൊന്നുമില്ല എന്ന് വൈജ. അപ്പം ഞാനതൊന്നും ആരോടും പറയണ്ട അല്ലേ? എൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു. മനസ്സിൽ പോലും വെക്കേണ്ട, മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേക്ക്. കണ്ട പെണ്ണുങ്ങൾ പറഞ്ഞ കൊതിയും നോണയും കണ്ടെടുത്ത് വിളമ്പ നാണമില്ലടാ നിനക്കെന്ന് വൈജ ചോദിക്കാം. കൊതിയും നോണയോ? അലീനയല്ലേ പറഞ്ഞത്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ മനു? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് നമ്മുടെ മനു അങ്ങനെ ഒരു കൊട്ടം കൂടെ അങ്ങ് കൊടുത്തു. നീങ്ങ് വാടാ എന്നും പറഞ്ഞതേ നമ്മുടെ രോഹിത്തിനെയും കൂട്ടി മനു മുകളിലേക്ക് കയറിപ്പോയി. മനു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വൈജ പേടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എന്നതാമ്മേ അലീന ചേച്ചി മനുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്? ഇപ്പം ആർക്കറിയാം. പിന്നെന്താ അത് പറയണ്ടെന്നമ്മ പറഞ്ഞത്? ഞാനെന്തിനാ വല്ലവളുമാരും പറയുന്ന പരദൂഷണം കേൾക്കാൻ പോണത്? എന്നാലും എന്നതായിരിക്കും ചേച്ചി പറഞ്ഞത്? അത് അറിയണമല്ലോ എന്ന് നമ്മുടെ ബബിത. ആശലും പോയി കിട്ടിയില്ല, അത്രയും സമാധാനമെന്നും പറഞ്ഞു വൈജ തടി വരാൻ നോക്കാം. ഇനി അവളുടെ പേര് പോലും ഇവിടെ മിണ്ടിപ്പോയേക്കരുതെന്നും പറഞ്ഞ് മുറിയിലേക്ക് പോവാണ്. കൃഷ്ണയ്ക്ക് ആരും അറിയാം. അമ്മ അങ്ങോട്ട് വലിയ പുണ്യാളത്തിയായിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയം നമ്മുടെ കൃഷ്ണമോള് ബബിതയുടെ അടുത്തേക്ക് വന്നു. എന്നാലും എന്തായിരിക്കും അത് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞ് വൈജ മുറി കൂടെ ഒക്കെ ഇറങ്ങി വരിക. അതിലെല്ലാം വന്നു. പിന്നെ നമ്മുടെ അലീനയുടെ റൂമിലേക്ക് കയറി പോന്നു. അപ്പോഴത്തേക്ക് പിള്ളേരെ വിളിച്ചു. എന്താ അമ്മേ, ഇപ്പം ഈ റൂം പൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ അതിൻ്റെ ഡോർ ഹാൻഡിൽ കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. അതിൽ പിടിച്ച് തിരിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും അത് ലോക്കാണോ അല്ലയോ എന്ന്. നിനക്ക് മര്യാദയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിഞ്ഞൂടെന്ന് ചോദിച്ചു. അത് ചോദിക്കുന്നത് ചോദ്യം പോലെ ഇരിക്കും. ബബിതേച്ചി വഴക്കുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ബബിതയോട്. അന്നേരത്തേക്കും കൃഷ്ണ അത് ലോക്കാണെന്ന് ആണോ അല്ലയോ എന്നുള്ളത് പിടിച്ച് തിരിച്ചറിയാലോ. പിന്നെ എന്തിനാ അമ്മ ചുമ്മാ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്നത്? ഒരുമാതിരി ഷോഫ് കാണിക്കുന്നതും. ബബിതേച്ചി എന്നും പറഞ്ഞ് കൃഷ്ണ വിളിക്കുക കേട്ടോ. അപ്പോൾ അലീനയുടെ അമ്മയ്ക്ക് എന്താ വേണ്ടത്? അലീന ചേച്ചിയുടെ ഈ റൂം തുറന്നു കണ്ടാൽ മതിയോ? അലീന തമ്പുരാട്ടിയുടെ അന്തപ്പുരം തുറക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അതിനെന്താ പ്രശ്നമുള്ളത്? പ്രശ്നം ആക്കാനാണെങ്കിൽ അത് പ്രശ്നമാകും. ഓരോരുത്തരുടെ കയ്യിലിരിപ്പും വായിലെ നാക്കും അനുസരിച്ചിരിക്കുന്നു ബബിത. നിന്നോട് ഞാൻ വല്ലതും ചോദിച്ചോന്ന് ചോദിച്ചു ബബിതയോട് ചൂടായപ്പം ഈ റൂം തുറക്കാൻ ഒരു പ്രശ്നവും ഇല്ല, ദാ നോക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണൻ അത് തുറന്നു കൊടുത്തു. അപ്പോഴത്തേക്കും ചേച്ചി അകത്തേക്ക് കയറി മൊത്തത്തിലൊന്ന് നോക്കുവാണ്. അലീനയുടെ ഒരു പൊട്ടോ പൊടിയോ എന്തെങ്കിലും അവിടെ കിടപ്പുണ്ടോ എന്ന് അറിയാനാ. എല്ലാം തുറന്നു പേർക്കി, മൊത്തം അരിച്ചു പേർക്കി നോക്കി, മേശ നോക്കുന്നു, എല്ലാം നോക്കി. അപ്പോൾ അവിടെ വേറെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഈ സാധനങ്ങളൊന്നും ഇവിടെ വേണ്ട, രോഹിത്തിനോട് പറയണം ഇതൊക്കെ എടുത്തുകൊണ്ട് കളയാൻ, ഇല്ലെങ്കിൽ അവനെങ്കിൽ വിളി, ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് നിൽക്കാം. കളയാൻ സ്ഥലം ഇല്ലെങ്കിലേ കത്തിച്ചേക്കണം. ഇതെന്തിനാ ഇപ്പം കത്തിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ ഉപയോഗിച്ചതോ അവളുടേതായ ഒരു സാധനവും ഇവിടെ കാണരുത്, നശിപ്പിച്ചേക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും. അങ്ങനെയാണെങ്കിൽ ഈ വീട് മുഴുവൻ കത്തിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഒരു ബബിത. വേണമെങ്കിൽ അതും ചെയ്യേണ്ടി വരും, നീ കൂടുതൽ സംസാരിക്കേണ്ട ബബിത എന്നും പറഞ്ഞ് നിൽക്കുന്നു വൈജ. എന്നാൽ പിന്നെ എന്നെ ഇനി വിളിച്ചേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബബിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അതിൻ്റെ കാര്യം ഞാൻ രോഹിയേട്ടനോട് പറഞ്ഞോളാം, ഇതിൻ്റെ പേരിൽ അമ്മ ചുമ്മാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് കൃഷ്ണ വൈജയോട് പറയുന്നു. അങ്ങനെ നമ്മുടെ വൈജത്തമ്പുരാട്ടി എല്ലാം തികഞ്ഞവളായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ കണ്ട് തല പെരുക്കുക കൃഷ്ണയ്ക്ക്. അതിനുശേഷം പിന്നെ അലീനയുടെ ആ ബെഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ എടുത്തത് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ആ കട്ടിലയിൽ അലീനയായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്നതൊക്കെ ആലോചിച്ചിരുന്ന് കരയുക കൃഷ്ണ, ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലിയുടെ വീടാട്ടോ. അവിടുത്തെ കാര്യസ്ഥൻ ചേട്ടനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ അവർ വഴിയിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലനും അലീനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഈ വണ്ടി വരുന്നത് കണ്ടപ്പോഴത്തേക്കും ആ ചേട്ടൻ എഴുന്നേറ്റു, ഇങ്ങനെ അന്തം വിട്ട് നോക്കും. അപ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു, ആ കൂട്ടത്തിൽ അലീന ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഇറങ്ങി വന്നപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ വീടൊക്കെ കണ്ടപ്പോൾ അലീന ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക കേട്ടോ, ഭയങ്കര വീട്. ഈ കാര്യസ്ഥൻ ചേട്ടൻ ഓടി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ സ്റ്റാൻലി അകത്തിരിപ്പുണ്ട്. എന്താടോ, ഇന്ന് എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി അറിയിച്ചതല്ലേന്ന് ചോദിച്ചു. അതെ സാർ, ഇവിടെ വരുന്നവർക്ക് ഒരു കുറവുണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞു അകത്തെ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. പൗലോസെ, കിച്ചണിലേക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേന്ന് ചോദിച്ചു. അടുത്ത ആളെന്തെന്ന് ചോദിച്ചു. അപ്പോൾ ബൈജു പൗലോസിന് ആവശ്യമുള്ളതൊക്കെ എത്തിച്ചു കൊടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആവശ്യപ്പെട്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോഴത്തേക്കും സാർ പാലക്കാരൻ വീണ്ടും വന്നെന്ന് പറഞ്ഞ കാര്യസ്ഥനങ്ങ് ചെന്നു. അപ്പോൾ അവരെത്തിയോ?
കൂടെ ആരൊക്കെ ഉള്ളത്? അത് പിന്നെ സാരി എടുത്തൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആൻ്റപ്പൻ ചെന്നവരെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം അകത്തേക്ക് പോവാം. ബൈജു, എവിടെയും പോയി കളയരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം, നിന്നെ ഇവിടെ ആവശ്യം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറി പോന്നു. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീടെന്നല്ല ഇതിനെ പറയേണ്ടത്, സ്റ്റാൻലി ജോസഫിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവ് എന്ന് വേണം പറയാൻ എന്ന് നമ്മുടെ ബാലേട്ടൻ അലീനയോട് പറയാപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര ഒരു വെപ്രാളമോ ടെൻഷനോ അങ്ങനെയൊക്കെ നിൽക്കുക. നീ വാ എന്നും പറഞ്ഞ് ഇങ്ങനെ ബാലൻ അലീനയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോട്ടോ. അപ്പോൾ ആൻ്റപ്പൻ എന്ന് പറഞ്ഞ ചേട്ടൻ അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അദ്ദേഹം വന്ന് ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നു, ചിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഒരു 3-4 പട്ടി അങ്ങോട്ടേക്ക് വന്നു. ഈ പട്ടികൾ വന്നിട്ട് അലീനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അപ്പോഴത്തേക്കും ബാലന് പേടിയായി. ബാലൻ അന്നേരം അലീനയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി അങ്ങ് പിടിച്ചു. അപ്പോഴത്തേക്ക് ഈ പട്ടികൾ ഇറങ്ങി വന്നിട്ട് ഇതേ നമ്മുടെ അലീനയെ ചുറ്റിനും ഇങ്ങനെ നോക്കി. എന്നിട്ട് ഇവരുടെ ചുറ്റിനും വന്ന് ഇങ്ങനെ വട്ടം കൂടി അങ്ങ് ഇരിക്കുക. ഇത് കണ്ടപ്പോൾ അന്താളിപ്പോട് കൂടി നോക്കുവാണ് നമ്മുടെ ആൻ്റപ്പൻ ചേട്ടൻ. സ്റ്റാൻലി ജോസഫ് ഇല്ലേ അകത്തെന്ന് ചോദിച്ചപ്പം അകത്തുണ്ട്, കേണൽ സാറ് നിങ്ങൾക്കായി വെയിറ്റിംഗ് ആണ്, കയറി വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അലീനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. അലീനയാണെങ്കിൽ പേടിച്ച് പിന്നാലെ ചെല്ലുക കേട്ടോ. അങ്ങനെ അലീന വലതുകാല് വെച്ച് അച്ഛൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അദ്ദേഹം തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അലീനയും ബാലേട്ടനും കൂടെ വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. തൊട്ടരികിൽ ഇതേ നമ്മുടെ ബൈജു എന്ന് പറഞ്ഞ ചേട്ടൻ നിൽപ്പുണ്ട്. അങ്ങനെ അലീനയും ബാലനും കൂടെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി ഇങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ അലീന നടുങ്ങിപ്പോയി. കാരണം അന്ന് വീട്ടിൽ വന്ന ആളാണല്ലോ അദ്ദേഹം. അന്തം വിട്ട് അലീന ഇങ്ങനെ നോക്കുക. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അലീന ഇങ്ങനെ ഓർക്കും. അലീന ചായ കൊണ്ടുവന്ന് കൊടുത്തത്, അതിനുശേഷം അദ്ദേഹം അലീനയോട് സംസാരിച്ചത്, ഇതെല്ലാം ഓർത്തിട്ട് അലീനയ്ക്കൊരു അമ്പരപ്പ്. ആ അമ്പരപ്പ് അലീന ഇങ്ങനെ എന്നാ പറയുന്നത് വിട്ടുമാറാത്തൊരിതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ മകളെ കണ്ട ഒരിതിൽ അച്ഛൻ, അങ്ങനെ അച്ഛനും മോളും തമ്മിൽ പരസ്പരം മനസ്സിലാക്കി നോക്കുന്ന ആ ഒരു സിറ്റുവേഷൻ. അതിനുശേഷം അലീന ഇങ്ങനെ ബാലേട്ടനെ നോക്കി. അന്നത്തെ ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ. അപ്പോൾ ബാലേട്ടന് മനസ്സിലായി അലീന അന്നത്തെ കാര്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ബാലേട്ടനെ നോക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ അതെ എന്നുള്ള ഒരു ഇതിൽ തലയാട്ടുന്നു. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരച്ചിലാണോ സങ്കടമാണോ വിഷമമാണോ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിത്. അപ്പം അലീനയുടെ ആ ഒരു ഭാവം കണ്ടപ്പോഴത്തേക്കും സ്റ്റാൻലിയും ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഭയങ്കര ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. ബാലേട്ടൻ അന്നേരത്തേക്കും അലീനയും കൂട്ടി സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. ചെന്നു ബാലന് കൈ കൊടുത്തു. ഹായ് ബാലൻ, ഹൗ ആർ യു? ഫൈൻ ഫൈൻ. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി എന്ന് ബാലേട്ടൻ പറയാം. അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്ന് അദ്ദേഹം പറയണു. അതിനുശേഷം നമ്മുടെ അലീനയ്ക്ക് അദ്ദേഹം കൈ കൊടുക്കാനായിട്ട് ഇങ്ങനെ കൈ നീട്ടി. അലീനയ്ക്ക് അന്നേരം കരച്ചിൽ വരുക. അലീന നിന്ന് ഭയങ്കര കരച്ചില്ല. ബാലൻ്റെ നേരെ ഇങ്ങനെ നോക്കുക കേട്ടോ, ദയനീയമായിട്ട്. അങ്ങനെ പറയാൻ വാക്കുകൾ പോലും കിട്ടാതെ നാവൊക്കെ ഇറങ്ങിപ്പോയൊരവസ്ഥയിൽ നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അങ്ങനെ ആ ഒരു എന്നാ പറയുന്ന അച്ഛനും മോളും ആദ്യമായിട്ട് കണ്ട മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ചയൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ. ടാറ്റാ.